2025 ജൂൺ 20 വെള്ളിയാഴ്ചയാണ് 174 രക്തസാക്ഷികളെ സഭയിൽ ഔദ്യോഗികമായി പോപ്പ് ലയോ 14 പ്രഖ്യാപിച്ചത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ക്രിസ്തുവിനെ പ്രതി രക്തം ചൊരിഞ്ഞ കത്തോലിക്കരായ 50 ഫ്രഞ്ച് പൗരന്മാരും കൊടുമ്പിരി കൊണ്ട സ്പാനിഷ് ആഭ്യന്തര യുദ്ധക്കാലത്ത് ദാരുണമായി കൊല ചെയ്യപ്പെട്ട 100-ലധികം സ്പാനിഷ് കത്തോലിക്ക വൈദികരെയുമാണ് പാപ്പ രക്തസാക്ഷികളുടെ ഗണത്തിൽ ചേർത്തത്. ജൂൺ 20 വെള്ളിയാഴ്ചയാണ് ഇതേക്കുറിച്ചുള്ള ഡിക്രിയിൽ പാപ്പ ഒപ്പുവെച്ചത്. 1944-45 വർഷങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന കാലങ്ങളിൽ ജർമ്മനിയിൽ നാസികളുടെ ക്രൂരഭരണത്തിന് കീഴിൽ ക്രിസ്തുവിനെ പ്രതിയുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടിയും ചെറുത്തുനിൽപ്പിനു വേണ്ടിയും രക്തം ചൊരിയേണ്ടി വന്ന 50 ഫ്രഞ്ച് പൗരന്മാരെയാണ് സഭ രക്തസാക്ഷികളായി ഉയർത്തിയത്. 28 വയസ്സുകാരനായിരുന്ന രൂപതാ വൈദികൻ ഫാദർ റൈമൺ കയർ, ഫ്രാൻസിസ്കൻ സന്യാസിയായിരുന്ന മാർട്ടിൻ സാൻഡ്രിയെ, സെമിനാരിക്കാരനായിരുന്ന റോജർ വാലൈ, യങ് ക്രിസ്ത്യൻ വർക്കേഴ്സ് എന്ന സംഘടനയിൽ അംഗമായിരുന്ന 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സ മെസ്ത്രൂ എന്നിവരും 50 രക്തസാക്ഷികളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു. ജർമ്മനിയിൽ കത്തോലിക്ക സഭയിലെ വൈദികരുടെയും സന്യസ്തരുടെയും ആത്മായരുടെയും ശൃംഖലയിൽ ഉൾപ്പെട്ടവരായിരുന്നു വത്തിക്കാൻ രക്തസാക്ഷി ഗണത്തിൽ ഉൾപ്പെടുത്തിയവർ. ഇവർ 1943 ഫ്രാൻസിൽ നടപ്പാക്കിയ ദ സയർവീസ് ഡ്യൂ ട്രാവായി ഔബ്ലിഗാത്വർ 20-നും 23-നും ഇടയിൽ പ്രായമുള്ള ഫ്രഞ്ച് പൗരന്മാർ ജർമ്മനിയിലെ ഫാക്ടറികളിൽ നിർബന്ധവേല ചെയ്യണമെന്നുള്ള നിയമത്തെ പ്രതി എത്തിച്ചേർന്നവരുടെ കൂടെ രഹസ്യമായി പ്രേക്ഷിതവേല ചെയ്തവരായിരുന്നു. ഈ 50 പേരും ബുക്കൻ വോൾട്ട്, മൗത്ത് ഹൌസർ, ഡാക്കൌ, സോഷൻ എന്നീ ക്യാമ്പുകളിൽ മാരകരോഗവും കൊടിയ പീഡനങ്ങളും മൂലം മരിച്ചവരായിരുന്നു. ഇവരിൽ 4 ഫ്രാൻസിസ്കൻ സന്യാസിമാർ, 9 രൂപതാ വൈദികർ, 3 വൈദിക വിദ്യാർത്ഥികൾ, കത്തോലിക്ക സ്കൗട്ടിലുണ്ടായിരുന്ന 14 പേർ, യങ് ക്രിസ്ത്യൻ വർക്കേഴ്സ് സംഘടനയിലുണ്ടായിരുന്ന 19 പേർ. ഇവരാണ് ഫ്രഞ്ച് രക്തസാക്ഷികൾ. ഇവരിൽ ഭൂരിഭാഗം പേരും 30 വയസ്സിൽ താഴെയുള്ളവരായിരുന്നു. അതേസമയം മറ്റ് 124 രക്തസാക്ഷികൾ 1936 മുതൽ 38 വരെയുള്ള കാലയളവിൽ സ്പാനിഷ് സിവിൽ വാർ കൊടുമ്പിരി കൊണ്ട സമയത്ത് കൊല ചെയ്യപ്പെട്ടവരായിരുന്നു. ഇവരിൽ 109ഓളം പേർ രൂപതാ വൈദികരും 14 പേർ ആത്മായ വിശ്വാസികളുമാണ്. സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിന്റെ കാലത്ത് നിരീശ്വരവാദ ചിന്തകൾ തലയ്ക്ക് പിടിച്ച വിപ്ലവകാരികൾ ദേവാലയങ്ങൾ അശുദ്ധമാക്കുകയും മതാധികാരികളെ നിഷ്കരണം കൊലപ്പെടുത്തുകയും കത്തോലിക്ക പുരോഹിതർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇപ്രകാരം വീരമൃത്യു വരിച്ചവരിൽ സാൻ രൂപതയിൽ നിന്ന് മാത്രമുള്ള 2000-ലധികം വരുന്നവരെ പുണ്യശ്ലോകരായ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ, പോപ്പ് ബെനഡിക്ട് 16, പോപ്പ് ഫ്രാൻസിസ് എന്നീ പാപ്പമാരുടെ കാലങ്ങളിൽ രക്തസാക്ഷി ഗണത്തിൽ ചേർത്തിരുന്നു. സ്പെയിനിലെ 124 പുതിയ രക്തസാക്ഷികളെക്കുറിച്ച് സാൻ രൂപതയിലെ മെത്രാനായ സെബാസ്റ്റ്യൻ ചീക്കോ മാർട്ടിനസ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നൂറ്റാണ്ടുകളിലൂടെ ക്രൈസ്തവ രക്തസാക്ഷികളുടെ ചുടുനിണം വീണൊഴുകി കുതിർന്ന സ്പെയിന്റെ മണ്ണ് അനുഗ്രഹിക്കപ്പെട്ടതാണെന്നും ഈ മണ്ണിൽ ജീവാംശം സ്വീകരിക്കുന്ന യുവ ക്രൈസ്തവർ ഭാവിയിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായിരിക്കുമെന്നും ബിഷപ്പ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.